بسم الله الرحمن الرحيم. السلام عليكم ورحمة الله وبركاته. إلى حضرة النبي المصطفى محمد صلى الله عليه وسلم، ثم إلى حضرة الشيخ الإمام أبي حامد الغزالي رضي الله عنه ونفعنا بعلومه آمين. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على أشرف المرسلين سيدنا ونبينا ومولانا محمد وعلى آله وأصحابه وأتباعه إلى يوم الدين. أما بعد. മഹാനായ ഇമാമുന ഗസാലി റളിയല്ലാഹു തആല അൻഹു അദ്ദേഹത്തിൻ്റെ ശിഷ്യൻ അദ്ദേഹം എഴുതിയ കത്ത് അയ്യുഹൽ വലതു എന്ന പേരിൽ, അതിൻ്റെ പേര് ഖുലാസത്തു തസാനീഫ് എന്നാണ്. അത് ഇൻഷാ അല്ലാഹ് ഏകദേശം പര്യവസാനിക്കുകയാണ്. അദ്ദേഹം 8 കാര്യങ്ങൾ ഉണർത്തി. ലാസ്റ്റ് 4 വർജിക്കാനുള്ളതും 4 പ്രവർത്തിക്കാനുള്ളതും. വർജകങ്ങളായ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി പ്രവർത്തിക്കാനുള്ളത് വഅമ്മൽ അർബഅത്തുല്ലത്തി യംബഗി ലക അൻ തഫ്അലഹ, നിനക്ക് ചെയ്യൽ അത്യാവശ്യമായ, പ്രവർത്തിക്കൽ അത്യാവശ്യമായ 4 കാര്യങ്ങൾ. ഫല്ലവലു, ഒന്നാമത്തേത് അൻ തജഅല മുആമലതക മഅല്ലാഹി തആല, അല്ലാഹുമായിട്ടുള്ള നിന്റെ ഇടപാട് ആകണം. ആ ഇടപാടിനെ നീ ആക്കണം. ബിഹൈസു, ഈ നിലയിൽ, ലൗ ആമല മഅക ബിഹാ അബ്ദുക, നിന്നോട് നിന്റെ അടിമ ആ രീതിയിലാ, ഏത് രീതിയിലാണോ ഇടപെടുന്നത്, ലൗ ആമല മഅക ബിഹ, നീ ഏത് രീതിയിൽ നിന്റെ അടിമ ബന്ധപ്പെടുമ്പോൾ, തർലാ ബിഹ മിൻഹു, നീ ആ ഇടപെടൽ കൊണ്ട് ആ അടിമയെ ഇഷ്ടപ്പെടുമോ, ആ രൂപത്തിൽ നിന്റെ യജമാനനായ അള്ളാഹുമായി നീ ഇടപെടണം. നിന്റെ ഒരു ബാഹ്യമായ അടിമ, ആലങ്കാരികം മജാസിയായ അടിമ, ആ അടിമ നിന്നോട് എങ്ങനെ ഇടപെടലാണോ നിനക്കിഷ്ടം, അതുപോലെ നീ നിന്റെ യജമാനനായ അള്ളാഹുവിനോട് അവനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി ഇടപെടണം. അതാണ് അൻ തജഅല, നീ ആക്കണം, മുആമലതക, നിന്റെ ഇടപാടിനെ, മഅല്ലാഹി, അള്ളാഹുമായിട്ടുള്ള ഇടപെടലിനെ, ബിഹൈസു, ഈ നിലയിൽ, ലൗ ആമല മഅക, നിന്നോട് ഇടപെട്ടാൽ, ബിഹ, ആ ഇടപെടൽ കൊണ്ട്, അബ്ദുക, നിന്റെ അടിമ, എന്നാൽ തർലാ ബിഹ, അതുകൊണ്ട് നീ തൃപ്തിപ്പെടും, അവനിൽ നിന്നും ആ രൂപത്തിൽ നീ അങ്ങോട്ട് ഇടപെടുക. മാത്രമല്ല, വലാ യലീഖു ഖാതിറുക അലൈഹി, ആ ഇടപെടലിന്റെ മേൽ, ആ അടിമയുടെ മേൽ നിന്റെ മനസ്സ് ഇടുക്കമാവുകയില്ല. വലാ തഗ്ളബു, നീ കോപിക്കുകയുമില്ല. ആ രൂപത്തിൽ നിന്റെ യജമാനനോട് നീ ഇടപെടണം. നിന്റെ അടിമ നിന്നോട് ഇടപെടുമ്പോൾ ഏത് രീതിയിൽ ഇടപെട്ടാലാണോ നിനക്ക് തൃപ്തിയാകുന്നത്, നിനക്ക് കോപം വരാത്തത്, ആ രൂപത്തിൽ നീ നിന്റെ രക്ഷിതാവിനോട് ഇടപെടണം. വല്ലദീ ലാ തർലാ ലി നഫ്സിക, നിനക്ക് നീ തൃപ്തിപ്പെടാത്ത ഒരു കാര്യം, മിൻ അബിദിക്കൽ മജാസി, മജാസിയായ ആലങ്കാരികമായ അടിമ എന്ന് പറയാം. എല്ലാവരും അള്ളാഹുവിന്റെ അടിമയാണല്ലോ. അപ്പം നിന്റെ അടിമയെന്ന് നീ പറയുന്ന നിന്റെ അടിമയിൽ നിന്നും നിനക്ക് തൃപ്തിപ്പെടാത്ത ഒരു കാര്യം, ഫലാ തർല, നീ തൃപ്തിപ്പെടരുത്. ഇതൻ ലില്ലാഹി തആല, അള്ളാഹുവിനും നീ തൃപ്തിപ്പെടരുത്. നിന്റെ അടിമയിൽ നിന്ന് നിനക്ക് തൃപ്തി വരാത്ത കാര്യം നിന്റെ യജമാനനായ അള്ളാഹുവിന്റെ മുമ്പിൽ നീ ചെയ്ത് നീ അവനെ കോപിക്കരുത്. വഹുവ, അവൻ സയ്യിദുക്കൽ ഹഖീഖി, യഥാർത്ഥത്തിലുള്ള നിന്റെ യജമാനനാണ് അവൻ. ഇതാണ് ഒന്നാമത്തെ കാര്യം. വസാനി, രണ്ടാമത്തെ കാര്യം, അള്ളാഹു അമൽ ചെയ്യാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. രണ്ടാമത്തെ കാര്യം, കുല്ലമാ അമിൽത ബിന്നാസി, ജനങ്ങളോട് നീ ചെയ്യുമ്പോഴെല്ലാം, ജനങ്ങൾക്ക് വേണ്ടി നീ പ്രവർത്തിക്കുമ്പോഴെല്ലാം, ഈ ജഅൽഹു, നീ അതിനെ ആക്കണം, കമാ തർലാ ലി നഫ്സിക മിൻഹും, ജനങ്ങളിൽ നിന്നും നിന്റെ നഫ്സിന് നീ എന്തിനെ തൃപ്തിപ്പെടുന്നു അതുപോലെ. ജനങ്ങൾ നിന്നോട് എങ്ങനെ ഇടപെടലാണോ നിനക്കിഷ്ടം, അതുപോലെ വേണം നീ ജനങ്ങളോട് ഇടപെടാൻ. കാരണം ലിഅന്നഹു ലാ യക്മുലു ഈമാനു ആബിദിൻ, ഒരടിമയുടെ വിശ്വാസം പൂർണ്ണമാവുകയില്ല, ഹത്താ യുഹിബ്ബ ലിസാഇരിൻ നാസി, മറ്റു ജനങ്ങൾക്ക് അവൻ ഇഷ്ടപ്പെടുന്നത് വരെ,
മാ യുഹിബ്ബു ലിനഫ്സിഹി തനിക്ക് വേണ്ടി ഇഷ്ടപ്പെടുന്ന ഒന്നിനെ. ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അഹബ്ബ ലി അഖീഹി മാ യുഹിബ്ബു ലിനഫ്സിഹി. തനിക്ക് വേണ്ടി ഇഷ്ടപ്പെടുന്നതിനെ തൻ്റെ അടിമയ്ക്ക് തൻ്റെ സഹോദരന് വേണ്ടി ഇഷ്ടപ്പെടുന്നത് വരെ നിങ്ങളിൽ ആരും പൂർണ്ണ മുഅ്മിനാവുകയില്ല എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിട്ടുണ്ട്. അതിന്റെ പൊരുളാണ് ഈ പറഞ്ഞത്. രണ്ട് കാര്യമായി. വസാലിസ് മൂന്നാമത്തെ കാര്യം, ഇദാ ഖറഅതൽ ഇൽമ, നീ ഇൽമ് ഏതെങ്കിലും ഇൽമിയായ കാര്യം വായിച്ച് പഠിച്ചാൽ, ഔ താലഅതഹു, നീ അതിനെ മുതാല ചെയ്തു നോക്കി മനസ്സിലാക്കി, എന്നാൽ യംബഗി വായിച്ചു പഠിച്ചു അല്ലെങ്കിൽ നോക്കി മനസ്സിലാക്കി, എന്നാൽ യംബഗി അൻ യകൂന ഇൽമുക, നിന്റെ ഇൽമാകൽ അത്യാവശ്യമാണ്, യുസ്ലിഹു ഖൽബക, നിന്റെ കൽബിന് നന്നാക്കുന്നതാകണം. നിന്റെ കൽബിന് ഇസ്ലാഹ് വരുത്തുന്ന ഇൽമായിരിക്കണം നീ പഠിക്കേണ്ടത്. വൈസക്കി നഫ്സക, നിന്റെ നഫ്സിനെ ശുദ്ധീകരിക്കുന്ന ഇൽമ്. കമാ, ഏതുപോലെ ലൗ അലിംത, നീ അറിഞ്ഞുവെങ്കിൽ, അന്ന ഉംറക, നിന്റെ ആയുസ് ഇനി മാ യബ്ക ഗൈറ ഉസ്ബൂൻ, ഒരാഴ്ച അല്ലാണ്ട് ശേഷിക്കുന്നില്ല, ഇനി ഒരാഴ്ച നിനക്ക് ആയുസുള്ളൂ എന്ന് നീ അറിഞ്ഞാൽ, ഫബിൽ ലറൂറ, നിർബന്ധമായും, ലാ തസ്തഗിലു ഫിഹ, ആ ഒരാഴ്ചയിൽ നീ ജോലിയാകത്തില്ലല്ലോ. ബിഇൽമിൽ ഫിഖ്, ഫിഖ് പഠിക്കുന്നവരുമായിട്ട് ജോലിയാകുമോ? വൽ അഖ്ലാഖി, അഖ്ലാഖിന്റെ ഇൽമുമായും, വൽ ഉസൂലി, ഉസൂല് ഹദീസിന്റെയോ ഫിഖിന്റെയൊക്കെ ഉസൂലുമായി, വൽ കലാമി, ഇൽമുൽ കലാമുമായി, വംസാലിയ, ഇതുപോലുള്ള കാര്യങ്ങളുമായിട്ട് നീ ജോലിയാകത്തില്ല. കാരണം ലിയന്നക, നിശ്ചയം നീ, താലമു, നീ അറിയും, അന്നഹാദിഹിൽ ഉലൂമ, ഈ ഇൽമുകളെല്ലാം, ലാ തുഗ്നീക, ഈ ഒരാഴ്ചയെ നിനക്ക് ആയുസുള്ളൂ, നിന്നെ അത് ഖനിയാക്കുകയില്ല. നിന്റെ രക്ഷിതാവിലേക്ക് മടങ്ങേണ്ടത് ഏതൊരു ഇൽമാണോ ആ ഇൽമുമായിട്ട് മാത്രമേ നീ ആ ഒരാഴ്ച കൊണ്ട് ജോലിയാവുള്ളൂ. ബൽ മറിച്ച് തസ്തഗിലു, നീ ജോലിയാകും, മുറാഖബത്തിൽ കൽബി, കൽബിന്റെ മുറാഖബയുമായിട്ട്. കൽബിനെ അള്ളാഹുവിലേക്ക് അടുപ്പിക്കുക, കൽബിൽ അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്ത ഉണ്ടാവുക. മാരിഫത്തി സിഫാത്തി നഫ്സി, നഫ്സിന്റെ സിഫത്തുകളെ കുറിച്ച് അറിയുക. വൽ ഇറാദി അൻ അലായിഖി ദുനിയ, ദുനിയാവിന്റെ ബന്ധങ്ങളെ തൊട്ട് പിന്തിരിയുക. തുസക്കിയ നഫ്സക, നിന്റെ നഫ്സിനെ നീ ശുദ്ധീകരിക്കുക. അനിൽ അഖ്ലാഖി ദമീമ, നികൃഷ്ട സ്വഭാവങ്ങളെ തൊട്ട്. ഇതെല്ലാമാണ് നീ ചെയ്യുന്നത്. തസ്തഗ്ലു ബി മഹബ്ബത്തില്ലാഹി, അള്ളാഹുവിന്റെ മഹബ്ബത്തുമായി നീ ജോലിയാകും. ഇബാദത്തി, അവന്റെ ഇബാദത്തുമായി ജോലിയാകും. വൽ ഇത്തിസാഫി ബി ഔസാഫിൽ ഹസന, നല്ല ഗുണങ്ങളെ കൊണ്ട് മുത്തസിഫാവുക, ഗുണം സിദ്ധിച്ചവനാവുക. അതെല്ലാമായിട്ടായിരിക്കും നീ ആ ഒരാഴ്ച ജോലിയാകുന്നത്. വലാ യമുറു അലാ ആബിദിൻ, ഒരടിമയുടെ മേൽ കഴിഞ്ഞു കിടക്കാൻ പാടില്ല, കഴിഞ്ഞു കിടക്കുകയില്ല. യൗമുൻ വലീലത്തുൻ, രാത്രിയോ പകലോ കഴിഞ്ഞു കിടക്കുകയില്ല. ഇല്ലാ വയുംകിനു അൻ യകൂന മൗതുഹു ഫീ, ആ ദിവസം അവന്റെ മരണമാകാൻ സാധ്യത ഉണ്ടായിട്ടല്ലാതെ. ഏത് ദിവസം കഴിഞ്ഞാലും, ഇപ്പം നമ്മൾ ജനിച്ച് നേരം വെളുപ്പിച്ചു വരുന്നു, ഇനി വൈകുന്നേരമാകും, എന്തുറപ്പ്? യാതൊരു ഉറപ്പുമില്ല. ഇതാ അസ്ബഹത ഫലാ തന്തദിൽ മസാ വൈദാ അംസൈത ഫലാ തന്തദിൽ സബാഹ. മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ തോളിൽ പിടിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളിയതാണ്, മോനെ, നീ നേരം വെളുപ്പിച്ചാൽ വൈകുന്നേരമാകുമെന്ന് പ്രതീക്ഷിക്കണ്ട, നീ വൈകുന്നേരത്തിലായാൽ നേരം വെളുപ്പിക്കുമെന്നും പ്രതീക്ഷിക്കണ്ട. ഇതാണ് പിന്നെ നമ്മളുടെ അപ്പൊ അതുകൊണ്ട് നമ്മൾ അള്ളാഹുവിലേക്ക് അടുക്കാൻ പറ്റുന്ന ഏതൊരു ഇൽമാണോ ആ ഇൽമ്, തസൗഫിന്റെ ഇൽമ ഇദ്ദേഹം ഇവിടെ ഉദ്ദേശിക്കുന്നത്, അതുമായി ബന്ധപ്പെട്ടുകൊണ്ടേയിരിക്കുക. അയ്യുഹൽ വലത്, മോനെ, ഇസ്മഅ മിന്നി കലാമൻ, എന്നിൽ നിന്ന് നീ ഒരു കലാമ് കേൾക്ക്. കലാമൻ ആഖറ, മറ്റൊരു കാര്യം. തഫക്കർ ഫി, നീ അതിൽ ചിന്തിക്ക്. ഹത്താ തജിദ ഖലാസൻ, രക്ഷയെ നീ എത്തിക്കുന്നതിന് വേണ്ടി. എന്താണത്? ലൗ അന്നക്ക, നിശ്ചയം നീ, ഉഖ്ബിർത, നിനക്ക് വിവരം നൽകപ്പെട്ടു. ആരോ വന്ന് നിന്നോട് പറഞ്ഞു, അന്ന സുൽത്താന, ഭരണാധികാരി, ബഅദ ഉസ്ബൂൻ, ഒരാഴ്ചയ്ക്ക് ശേഷം, യജീഉക, നിന്റെ അടുക്കലേക്ക് വരുന്നുണ്ട്, സായിറ, നിന്നെ സന്ദർശിക്കാൻ. അങ്ങനെ ഒരാള് നിനക്ക് വിവരം പറഞ്ഞാൽ, നിന്നോട് പറഞ്ഞാൽ, ഫഅന അഅലമു, മോനെ, ഞാൻ മനസ്സിലാക്കുന്നു, അന്നക്ക്, നിശ്ചയം നീ, ഫി തിൽക്കൽ മുദത്തി, ആ ഒരാഴ്ചയിൽ, ലാ തസ്തഗ്ലു, നീ ജോലിയാവുകയില്ല, ഇല്ലാ ബി ഇസ്ലാഹിമ, ഒന്നിനെ നന്നാക്കലുമായിട്ടല്ല. അതെങ്ങനത്തെ ഒന്ന്? അലിംത, നിനക്കറിയാം, അന്ന നെദറ സുൽത്താനി, സുൽത്താന്റെ നോട്ടം, അതിന്റെ മേൽ പതിക്കുമെന്ന്. സുൽത്താന്റെ നോട്ടം എവിടെയെല്ലാം പതിക്കാൻ സാധ്യതയുണ്ടോ അതിനെയൊക്കെ നീ നന്നാക്കും. അതേ നിനക്ക് ഉണ്ടാവുള്ളൂ ഈ ഒരാഴ്ചയിൽ. മിന സിയാബി വൽ ബദനി, വസ്ത്രം, ശരീരം, ബദ്ദാരി, ഭവനം, വൽ ഫിറാശി, വിരിപ്പ്, വഗൈരിയ, ഇതെല്ലാം നീ നല്ല ക്ലിയർ ആക്കാൻ വേണ്ടി ശ്രമിക്കും. അപ്പൊ വൽ ആൻ, ഇപ്പോ തഫക്കർ, നീ ചിന്തിക്കും മോനെ, ഇലാ മാ അശർതു ബിഹി, ഞാൻ ഇശാറ ചെയ്ത ഒന്നിലേക്ക് നീ ചിന്തിക്ക്.
ഫൈനക നിശ്ചയം നീ ഫഹിമുൻ മനസ്സിലാക്കാൻ കഴിവുള്ളവനാണല്ലോ. വൽ കലാമുൽ ഫർദു യക്ഫിൽ കയ്യിസ ഒറ്റ ഒരു വചനം അത് ബുദ്ധിമാന് മതിയാകുന്നതാണ്. ഖാല റസൂലുള്ളാഹി അലൈഹിസ്സലാം അൽ കയ്യിസു അല്ല പിന്നെ ഒറ്റ വചനം ബുദ്ധിമാന് മതിയാകുന്നതാണ്. അൽ ആഖിലു തക്ഫീഹിൽ ഇഷാറ പറഞ്ഞിട്ടില്ലേ. നിബിതങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി ഇന്നല്ലാഹ ലാ യൻദുറു ഇലാ സുവരിക്കും നിങ്ങളുടെ രൂപങ്ങളിലേക്ക് അള്ളാഹു നോക്കുകയില്ല, വലാ ഇലാ അമാലിക്കും നിങ്ങളുടെ ബാഹ്യ അമലുകളിലേക്ക് വല്ല അള്ളാഹു നോക്കുന്നത്, വലാകിൻ യൻദുറു ഇലാ ഖുലൂബിക്കും വനിയ്യാതിക്കും നിങ്ങൾ അമൽ ചെയ്യുമ്പോൾ നിങ്ങൾ ബാഹ്യമായി മോടി പിടിപ്പിക്കുമ്പോൾ എല്ലാം നിങ്ങളുടെ കൽബെന്താണ് ആ കൽബിലേക്കും നിങ്ങളുടെ നിയ്യത്തിലേക്കുമാണ് നോക്കുന്നത്. നല്ല അമൽ ചെയ്തു നല്ല നിയ്യത്തില്ല പോയി. നിയ്യത്ത് ഏതാണ് എങ്ങനെയാണോ അതനുസരിച്ചായിരിക്കും തീരുമാനിക്കുന്നത്. വൈനറത്ത നീ ഉദ്ദേശിച്ചാൽ ഇൽമ അഹ്വാലുൽ ഖൽബി ഖൽബിന്റെ അഹ്വാലിനെ കുറിച്ചുള്ള ഇൽമ പഠിക്കാൻ നീ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഫൻദുർ നീ നോക്ക് ഇലൽ ഇഹ്യായിലേക്ക് നോക്ക്. ഇഹ്യാ ഉലൂമുദ്ദീൻ നീ മുതാല ചെയ്യും. വഗൈരി അതുപോലുള്ള മിൻ മുസന്നഫാത്ത് എന്റെ രചനകൾ നോക്ക്. വഹാദൽ ഇൽമു ഫർദു ഐൻ ഇത് ഖൽബ് ശുദ്ധിയാക്കേണ്ട ഇൽമു ഫർദു ഐനാണ്. വഗൈറു മറ്റുള്ളതെല്ലാം ഫർദു കിഫായ. ഇല്ലാ മിഖ്ദാറ മാ യുഅദ്ദാ ബിഹി ഫറായിദുല്ലാഹി അള്ളാഹുവിന്റെ ഫർളുകൾ നിർവഹിക്കപ്പെടുന്നതിന് എത്ര അളവ് വേണോ അത്ര ഇൽമു ഫർദു ഐനാ, ബാക്കിയുള്ള എല്ലാം ഫർദു കിഫായയാണ്. വഹുവ അല്ലാഹു തആല യുവഫിഖുക നിനക്കവൻ തൗഫീഖ് നൽകും. ഹത്താ തുഹസ്സിലഹു ഞാൻ നിനക്ക് അർസമാക്കാൻ. അതുകൊണ്ട് നീ ഖൽബുമായി ബന്ധപ്പെടുന്ന ഇൽമുമായി നീ ബന്ധപ്പെട്. നാലാമത്തെ അല്ലാ തജ്മഅ മിനദ് ദുനിയ ദുന്യാവിൽ നിന്നും നീ ഒരുമിച്ച് കൂട്ടരുത്, സ്വരൂപിക്കരുത്. അക്സറ മിൻ കിഫായത്ത് സനത്തിൽ ഒരു വർഷത്തേക്ക് മതിയാകുന്നതിനേക്കാൾ കൂടുതൽ നീ സ്വരൂപിച്ച് വെക്കരുത്. വളരെ പ്രധാനപ്പെട്ട വളരെ ബുദ്ധിമുട്ടേറിയ ഒരു കാര്യമാണിത്. ഈ അവസാനം പറഞ്ഞു ഒരു വർഷത്തേക്കുള്ള മാത്രമേ ഏറ്റവും കൂടിയാൽ നീ സ്വരൂപിച്ച് വെക്കാവൂ. കമാ കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിബിതങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആയിരുന്ന പോലെ യുഅദ്ദു ദാലിക അതിനെ സ്വരൂപിച്ച് കൊടുക്കുമായിരുന്നു, അതിനെ തയ്യാറാക്കി കൊടുക്കുമായിരുന്നു ഒരു വർഷത്തേക്കുള്ള ഭക്ഷണത്തെ. ലിബഅദി ഹുജറാത്തിഹി അവിടുന്ന് ഭാര്യമാരിൽ ചിലർക്ക്, എല്ലാവർക്കും അല്ല. വഖാല അവിടുന്ന് അരുളി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ ജഅൽ ഖൂത ആലി മുഹമ്മദിൻ കഫാഫ അല്ലാഹുവേ ആലി മുഹമ്മദിന്റെ കൂത്തിനെ നീ ആക്കണേ. കൂത്ത് എന്ന് പറഞ്ഞാൽ ജീവൻ നിലനിൽക്കാനുള്ള ഭക്ഷണം. അതിനെ നീ ആക്കണേ കഫാഫ മതിയാകുന്നതാക്കണേ, ഒരുപാട് വേണ്ട മതിയാകുന്നത്. ഫലം യകുൻ യുഅദ്ദു ദാലിക ഈ ഒരു വർഷത്തേതിനെ തയ്യാറാക്കി കൊടുക്കുമായിരുന്നില്ല അവിടുന്ന്. ലിക്കുല്ലി ഹുജറാത്തി എല്ലാ ഭാര്യമാർക്കും കൊടുക്കുമായിരുന്നില്ല. ബൽ മറിച്ച് കാന യുഅദ്ദുഹു അതിനെ കൊടുക്കുമായിരുന്നു ഒരു വർഷത്തേക്കുള്ളതിനെ ലിമൻ ഒരു ചില ഭാര്യയ്ക്ക്, ലിമൻ ഒരാൾക്ക്. അലിമ അവിടുന്ന് അറിഞ്ഞു അന്നഫി കൽബിഹ അവരുടെ കൽബിൽ ളഅഫ ചെറിയ ബലഹീനത ഉണ്ടെന്ന് അറിഞ്ഞു, അവർക്ക് മാത്രമേ ഒരു വർഷത്തേക്കുള്ളത് കൊടുക്കുള്ളൂ. അമ്മാമനപ്പോൾ ഒരു ഭാര്യ കാനത്ത് സാഹിബത്തൻ യക്കീന് നല്ല യക്കീനുള്ളവരാണ് അവര്. ഫമാ കാന യുഅദ്ദു ലഹ അവർക്ക് അല്ലാഹുവിന്റെ റസൂൽ കൊടുക്കുമായിരുന്നില്ല. അക്സറ മിൻ ഖൂതി യൗമിൻ ഔ നിസ്ഫിൻ ഒരു ദിവസത്തെ ഭക്ഷണത്തിനേക്കാൾ കൂടുതൽ അല്ലെങ്കിൽ പകുതി ദിവസത്തിനേക്കാൾ കൂടുതൽ കൊടുക്കുമായിരുന്നില്ല. നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് ഭാര്യമാരുമായി അനുവർത്തിച്ച നയം അതാണ്. വിഷയം ഇവിടെ തീരുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഈ മൊബൈൽ പെട്ടെന്ന് ഓഫായി പോകുന്നു, അതാണ് ഇങ്ങനെ മുറിഞ്ഞു പോകുന്നത്. ഇൻഷാ അല്ലാഹ് വിഷയം ഇവിടെ അവസാനിക്കുകയാണ്. ദുആയോടുകൂടി ആ വിഷയം അവസാനിക്കും. അയ്യുഹൽ വലതു മോനെ ഇന്നി കതബതു ഫി ഹാദൽ ഫസ്ലി ഈ ഫസ്ലിൽ ഈ അധ്യായത്തിൽ ഞാൻ എഴുതി മുൽത്തമസാത്തിക നിന്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം, ഇൽത്തിമാസ് നിന്റെ അഭ്യർത്ഥനകളെല്ലാം ഞാൻ എഴുതിയിട്ടുണ്ട്. എംബഗീലക്ക നിനക്ക് അത്യാവശ്യമാണ് അൻ തഅമല ബിഹ അവളെ കൊണ്ട് നീ അമൽ ചെയ്യും. ഫലാ തൻസാനി മോനെ നീ എന്നെ മറക്കരുത് ഫീഹി ആ വിഷയത്തിൽ. മിൻ അൻ തദ്കുറനി എന്നെ നീ ഓർക്കുന്നതിന് തൊട്ട് നീ എന്നെ ഒഴിവാക്കരുത്, മറക്കരുത്. ഫി സാലിഹ് ദുആയിക നിന്റെ നല്ല ദുആക്കളിൽ എന്നെ നീ ഓർക്കണം. അമ്മ ദുആഉല്ലദീ സഅൽത മിന്നി നീ എന്നോട് ചോദിച്ച ദുആക്കളുണ്ടല്ലോ ആ ദുആ ഫത്ലുബു അതായത് ഉസ്താദിനോട് ചോദിച്ചിരുന്നു എനിക്ക് പറയാൻ വേണ്ടി കുറെ ദുആ അങ്ങ് പറഞ്ഞു തരണമെന്ന്. അതിന്റെ മറുപടി അദ്ദേഹം എഴുതുന്നത് നീ എന്നോട് ആവശ്യപ്പെട്ട ദുആ ഉണ്ടല്ലോ ഫത്ലുബു അതിനെ നീ തേട്. മിൻ ദഅവാത്തി സിഹാഹി സഹീഹായ ദുആക്കൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഹദീസിൽ, അവിടെ നിന്ന് തേടിക്കോ. വഖറ ഹാദ ദുആ ആ ദുആയെ നീ ഓത് ഫി ജമീഇ ഔഖാതിക മുഴുവൻ സമയങ്ങളിലും.
ഖുസൂസം പ്രത്യേകിച്ച് അക്കാബ സ്വലവാത്തിക എൻ്റെ നമസ്കാരങ്ങളുടെ ഉടനെയുള്ള സമയങ്ങളിൽ നീ അതിനെ പാരായണം ചെയ്യേ. اللهم إني أسألك من النعمة تمامها ومن العصمة دوامها ومن الرحمة شمولها ومن العافية حصولها ومن العيش أرغدا ومن العمر أسعدا ومن الإحسان أتم ومن الإنعام أعم ومن الفضل أعذب ومن اللطف أنفع. اللهم كن لنا ولا تكن علينا. اللهم اختم بالسعادة آجالنا وحقق بالزيادة آمالنا وقرن بالعافية غدونا وآصالنا واجعل إلى رحمتك مصيرنا ومآلنا واصبب سجال عفوك على ذنوبنا ومن علينا بإصلاح عيوبنا واجعل التقوى زادنا وفي دينك اجتهادنا وعليك توكلنا واعتمادنا. اللهم ثبتنا على نهج الاستقامة واعذنا في الدنيا من موجبات الندامة يوم القيامة وخفف عنا ثقل الأوزار وارزقنا عيشة الأبرار واكفنا ما أهمنا في هذه الدار وفي تلك الدار واصرف عنا شر الأشرار وكيد الفجار واعتق رقابنا برقاب آبائنا وأمهاتنا وإخواننا وأخواتنا من النار برحمتك يا عزيز يا غفار يا كريم يا ستار يا خالق الليل والنهار. خلصنا من هم الدنيا وعذاب القبر والنار يا عليم يا جبار يا الله يا الله يا الله برحمتك يا أرحم الراحمين ويا أول الأولين ويا آخر الآخرين ويا ذا القوة المتين ويا راحم المساكين ويا أرحم الراحمين. لا إله إلا أنت سبحانك إني كنت من الظالمين. وصلى الله على سيدنا محمد وآله وصحبه أجمعين والحمد لله رب العالمين. ആവശ്യമുണ്ടെങ്കിൽ